Hello everyone, I'm Anamika. I'm a law student at Government Law College Trivandrum. 2 വർഷം മുന്നേ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പോലെ ഞാനും ഇരുന്ന് കുറേ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് I was really wondering if I'll be able to crack the exam. പക്ഷേ fortunately when the Kerala Law Entrance Examination 2022 happened, I turned out to be the 22nd rank and I joined this college. And ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം I used to think, അന്ന് I used to be very doubtful about my own performance in the examination. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം I can definitely tell you that നിങ്ങളൊരു എൻട്രൻസ് ക്രാക്ക് ചെയ്തൊരു കോളേജിൽ കയറുമ്പം the confidence that it will give you in your life, that cannot be replicated by anything. So നമ്മൾ എൻട്രൻസിന് പഠിക്കുമ്പം it is a vast syllabus like all of you know. പക്ഷെ നമ്മൾ എന്ത് പഠിക്കുന്നു, എന്തൊക്കെ പഠിക്കാതിരിക്കുന്നു, നമ്മൾ പഠിച്ചതിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നു, ഇതൊക്കെ കുറച്ച് ലക്ക് ഫാക്ടർ ഇൻവോൾവ് ആണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. നമ്മൾ മാക്സിമം സിലബസിൽ നിന്ന് പറ്റുന്നത്ര പഠിച്ച് ഈ പഠിച്ചതൊക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ റിവൈസ് ചെയ്ത് എക്സാം കൊടുക്കാൻ നോക്കുക. ബിക്കോസ് എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുന്ന ഒരു 3 hours നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നൊക്കെ. സോ റിവിഷൻ ഇസ് എ കീ. ആൻഡ് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഓൺ നോട്ട്സ് ഉണ്ടാക്കി അതിൽ നിന്ന് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എനിക്കറിയാം നിങ്ങളിപ്പം ലോ അല്ലാതെ നിങ്ങൾ മെയിൻലി നിങ്ങളുടെ ഫോക്കസ് ഫുൾ ഇംഗ്ലീഷ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് കറണ്ട് അഫെയർസ് ഒക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ പഠിച്ച് എല്ലാവരും ഭയങ്കര ബോറടിച്ചിരിക്കുമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ലോ പഠിച്ചാലോ. ടുഡേ വിൽ ബി ഡീലിംഗ് വിത്ത് സം ഇമ്പോർട്ടൻറ്റ് ലോസ്. നിങ്ങളൊരു ലോയർ ആവുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു എൻട്രൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ളവർക്ക് മലയാളവും ഇംഗ്ലീഷും മാത്തും ഒക്കെ പഠിച്ചിങ്ങനെ ബോറടിച്ചിരിക്കുമ്പം കുറച്ച് ലോ പഠിക്കുന്ന അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സം ഇമ്പോർട്ടൻറ്റ് ലോസ് ദാറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. ഇത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷേ പെരിഫറലി നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദിസ് ഫോംസ് എ ബേസ് ഫോർ യുവർ law career ahead. When you get into college, this will definitely be beneficial to each and every one of you. So today we'll be discussing the Indian Evidence Act 1872, right? So Indian Evidence Act, നിങ്ങൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ബിക്കോസ് ഏതൊരു കോർട്ട് റൂമിലും എവിഡൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ, എവിഡൻസ് ഒരു ലോയർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ there comes this term Indian Evidence Act, section 60, section 62, so and so. So Indian Evidence Act 1872-ലാണ് നിലവിൽ വന്നത്. It came into force in 1872. And to connect, you can also remember that, you know, the Indian Contract Act. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Indian Contract Act. Indian Contract Act also came into force in 1872. സോ ഇത് രണ്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റും നിലവിൽ വന്നത് സെയിം ഇയറിലാണെന്ന്. സോ മൂവിങ് ഓൺ, നമ്മൾ ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം അത് എപ്പോഴാണ് നിലവിൽ വന്നത്. സോ ഹിയർ വി ഹാവ് ദ ഡേറ്റ്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st September 1872. 1st September-ലാണ് അത് നിലവിൽ വന്നത്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ആക്ട് ലോ ആവണം. അതിന് ആദ്യം അത് ബില്ലായി, പിന്നെ ആക്റ്റായി, പിന്നെയാണ് അത് ലോ ആവുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ വെരി ഈസി പ്രോസസ്സ്. ഇറ്റ് ഈസ് എ വെരി ഗ്രാജുവൽ പ്രൊസീജറൽ പ്രോസസ്സ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st September 1872. ആൻഡ് അതാരാണ് ഡ്രാഫ്റ്റ് ചെയ്തത്? ഒരു ആക്ട് ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് ഒരിക്കലും മറക്കരുത്. നമുക്ക് അറിയാം ഇന്ത്യയിൽ നമ്മൾ കുറേ ആക്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പോക്സോ ആക്ട്, എൻവയൺമെൻറ്റൽ ആക്ട്, എവിഡൻസ് ആക്ട്, പിന്നെ CRPC, CPC, IPC, കോൺട്രാക്റ്റ് ആക്ട്, പിന്നെ വി ഹാവ് പാർട്ട്ണർഷിപ്പ് ആക്ട്. അങ്ങനെ കുറേ ആക്ട്സ് ഉണ്ട്. അപ്പം എല്ലാം ഓർത്ത് വയ്ക്കുന്നത് പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ പഠിച്ചു പോകുന്നത് ആ സമയത്ത് തന്നെ തറോ ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുക. കാരണം പിന്നെ നമ്മളത് മറക്കാൻ പാടില്ല, റൈറ്റ്? സോ ഇവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ സർ ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ, റൈറ്റ്? ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ. അപ്പം ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഡ്രാഫ്റ്റ് ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒറ്റൊരാളാണോ ഡ്രാഫ്റ്റ് ചെയ്തത്? അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് ആൻഡ് ദർ വാസ് എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൽ ഓരോരോ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീൻ്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒറ്റൊരാൾ ഡ്രാഫ്റ്റ് ചെയ്താണെന്ന്. ഇത് കുറേ കുട്ടികളുടെ മനസ്സിലുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഹിയർ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ one single person, that is Sir James Fitz James Stephen, right? Now moving on, we have
വി ഹാവ് ദി ഒറിജിൻ ഓഫ് ദ ടേം എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞ ടേം എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? സോ നിങ്ങൾ ലോ നോക്കി അറിയാൻ പറ്റും. ലോ ഇസ് മോസ്റ്റ്ലി കണക്റ്റഡ് ടു ലാറ്റിൻ ടേംസ് ആൻഡ് ലാറ്റിൻ എക്സ്പ്രഷൻസ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം ദ ലാറ്റിൻ ഒറിജിൻ വി ഹാവ് ദിസ് ലീഗൽ സബ്ജക്റ്റ് ആൻഡ് ദ ലീഗൽ ബ്രാഞ്ചസ് ഓഫ് ലോ. അതുകൊണ്ട് ഇവിടെയും എവിഡൻസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ എക്സ്പ്രഷൻ എവിഡൻസ് എവിഡറ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. എവിഡൻസ് എവിഡറ എന്നുള്ള ലാറ്റിൻ എക്സ്പ്രഷനിൽ നിന്നാണ് എവിഡൻസ് എന്ന് പറഞ്ഞ ടേം വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എവിഡൻസ് എവിഡറ? എവിഡൻസ് എവിഡറ ഇൻ ലാറ്റിൻ മീൻസ് സ്റ്റേറ്റ് ഓഫ് ബീങ് എവിഡൻറ്റ് ഓർ അപ്പാരൻറ്റ്. നമ്മളുടെ മുന്നിൽ ഒരു സാധനം എവിഡൻറ്റോ അപ്പാരൻറ്റോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണ്. അതിനെയാണല്ലോ നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ഒരു ലാറ്റിൻ എക്സ്പ്രഷൻ്റെ മീനിങ്ങും. നൗ നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ലോ കോളേജിൽ കയറിയിട്ടാണെങ്കിലും നിങ്ങൾ ഇനി ലോ പഠിക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും കുറേ ആക്ട്സ് പഠിക്കും. ഈ കുറേ ആക്ട്സിൽ ഓരോരോ ഡെഫിനിഷൻസ് കാണും. ആ ആക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ടേമിൻ്റെ ഡെഫിനിഷനും ആദ്യം ഡിഫൈൻ ചെയ്തിട്ടാണ് ഓരോ ആക്റ്റും തുടങ്ങുന്നത്. സോ ഹിയർ വി ഹാവ് സെക്ഷൻ 3 ഓഫ് ദി എവിഡൻസ് ആക്ട് 1872 വിച്ച് ഡിഫൈൻസ് എവിഡൻസ്. അപ്പോൾ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് അതായിരിക്കും ചോദിക്കുക. വിച്ച് സെക്ഷൻ ഓഫ് ദി എവിഡൻസ് ആക്ട് ഡിഫൈൻസ് എവിഡൻസ്, ഡിഫൈൻസ് ദി ടേം എവിഡൻസ്? ഏതാണ്? സെക്ഷൻ 3. നിങ്ങളെല്ലാം പഠിക്കണം എന്നില്ല. എല്ലാ സെക്ഷനും എവിഡൻസ് ആക്ടിൻ്റെ എല്ലാ സെക്ഷനും ഒന്നും ആർക്കും പഠിക്കാൻ പറ്റില്ല. ഈവൻ ലോയേഴ്സിന് എവിഡൻസ് ആക്ടിൻ്റെയോ ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ എല്ലാ സെക്ഷൻസും അറിയില്ല. പക്ഷേ ഇങ്ങനെ ജനറലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏത് സെക്ഷനിലാണ് ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഹിയർ സെക്ഷൻ 3 ഓഫ് ദ എവിഡൻസ് ആക്ട് ഡിഫൈൻസ് ദ ടേം എവിഡൻസ്. നൗ മൂവിങ് ഓൺ, വി ഹാവ് ഓറൽ എവിഡൻസസ് ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസസ്. പേര് പോലെ തന്നെ ഓറൽ എവിഡൻസസ് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഓറലി പറഞ്ഞ് കോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന എവിഡൻസസ് ആണ് ഓറൽ എവിഡൻസസ്. ഡോക്യുമെൻ്ററി എവിഡൻസസ് എന്തായിരിക്കും? ഡോക്യുമെൻ്ററി എവിഡൻസസ് ആർ എവിഡൻസസ്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഇലക്ട്രോണിക് ഫോം ഓർ ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ കോർട്ട്, ടു ദി ഓണറബിൾ കോർട്ട് ഇൻ ദ ഫോം ഓഫ് ഡോക്യുമെൻറ്റ്സ്. അങ്ങനത്തെ എവിഡൻസസിനെയാണ് ഡോക്യുമെൻ്ററി എവിഡൻസസ് എന്ന് പറയുന്നത്. അപ്പം all statements which the court permits or requires to be made before it by the witness in relation to the matter of fact under inquiry. Such statements are called oral evidences. അപ്പം ഒരു എൻക്വയറി നടക്കുകയാണ്. ഇപ്പം there is a case in which one man killed another person and ഇതിനെ വിറ്റ്നസ് ആയിട്ട് വേറൊരു മൂന്നാമതൊരു വ്യക്തി ഇത് കണ്ടു, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത്. അപ്പോൾ കോർട്ടിൻ്റെ മുന്നിൽ നമ്മൾ ആസ് ഡിഫെൻസ് കൗൺസിൽ ആൻഡ് ആസ് ദി പെറ്റിഷണർ കൗൺസിൽ നമ്മൾ കോർട്ടിൻ്റെ മുന്നിൽ അപ്പിയർ ചെയ്യുമ്പം ഇതൊരു ക്രിമിനൽ കേസ് ആയതുകൊണ്ട് പെറ്റിഷണർ കൗൺസിലായിട്ട് അപ്പിയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും പെറ്റിഷണർ കൗൺസിലായിട്ട് അപ്പിയർ ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രിമിനൽ കേസ്. ആൻഡ് ഡിഫെൻസ് കൗൺസിലായിട്ട് ഇത് ചെയ്ത ആളുടെ ലോയർ അപ്പിയർ ചെയ്യും. ആൻഡ് വെൻ ദിസ് ഇസ് ഹാപ്പനിങ് നമുക്കൊരു ക്ലിയർ എവിഡൻസ് ഈ കേസിലുണ്ട്. അതായത് മൂന്നാമതൊരാൾ ഈ കേസിൻ്റെ എൻക്വയറി നടക്കുമ്പോൾ പോലീസിനോട് പറയാണ് ദാറ്റ് ഞാനിങ്ങനെ കണ്ടതാണ് രാത്രി 3 മണിക്ക് ഇയാൾ മറ്റേയാളെ കത്തി വെച്ച് കുത്തിക്കൊല്ലുന്നത്. അപ്പം ഒരു എവിഡൻസ് ആയിട്ട് വേറൊരു തേർഡ് പേഴ്സൺ എവിടെ ഉണ്ട്, ആ വ്യക്തി കോർട്ടിൽ വന്ന് ഓറലി കൊടുക്കുന്ന എവിഡൻസിനെയാണ് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇതല്ലാതെ ഇപ്പം നമുക്ക് ഈ കുത്തിക്കൊല്ലുന്നതിന് മുന്നേ ഈ കുത്തുന്ന ആൾ വേറൊരാൾക്കൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ കുത്തി കഴിഞ്ഞ് വേറൊരാൾക്കൊരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്, ഞാൻ അവനെ കൊന്നു, അവനെ ഞാൻ കത്തി വെച്ചാണ് കൊന്നത്, ഈ സ്ഥലത്ത് വെച്ചാണ് കൊന്നത്, അവൻ സ്പോട്ടിൽ തന്നെ മരിച്ചു, ഇങ്ങനെ അയക്കുകയാണ്. അപ്പോൾ ഇത് നേരിട്ട് പറഞ്ഞ കാര്യം ആണോ? നേരിട്ട് പറഞ്ഞ കാര്യമാണോ? നേരിട്ട് പറഞ്ഞ കാര്യമല്ല, പക്ഷേ ഇത് പറഞ്ഞിട്ടുണ്ട്, അത് ഡോക്യുമെൻറ്റഡ് ആണ്, അതിനൊരു ഇലക്ട്രോണിക് റെക്കോർഡുണ്ട്. സോ അങ്ങനത്തെ എവിഡൻസസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? documentary evidences. So documentary evidences are documents including electronic records produced for the inspection of the court. ഈ എവിഡൻസസ് ഒക്കെ കോർട്ട് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഈ എവിഡൻസസ് ഒക്കെ കോർട്ട് ഒന്ന് റിവ്യൂ ചെയ്യും. ആൻഡ് കൺസിഡറിങ് ദ സർക്കംസ്റ്റാൻസസ് മാത്രമേ ഇത് കോർട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങളെപ്പോഴും സൂക്ഷിക്കണം. എന്തെങ്കിലും വോയിസ് മെസ്സേജും ഫോട്ടോയും അതും ഇതൊക്കെ അയക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി നമ്മൾ ലോ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക. ഓക്കെ. സോ മൂവിങ് ഓൺ, വി ഹാവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസസ്. ഓക്കെ. സോ ഒരു ആക്റ്റിൽ എപ്പോഴും കുറച്ച് ക്ലാസിഫിക്കേഷൻ കാണും. ഇവിടെ എവിഡൻസ് ആക്റ്റിൽ അപ്പം എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്?
എവിഡൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. സോ എവിഡൻസ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഓറൽ എവിഡൻസ്. Number 1 oral evidence, number 2 it's primary evidence, 3 secondary evidence, 4 circumstantial evidence, 5 hearsay evidence, 6 documentary evidence. അപ്പം 6 ടൈപ്പ് എവിഡൻസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓറൽ എവിഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓറൽ എവിഡൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക, ഓറൽ എവിഡൻസ് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 60 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. സെക്ഷൻ 60. ഇനി ആ ഓർഡറിൽ അങ്ങോട്ട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, പ്രൈമറി എവിഡൻസ് എന്ന് പറയുമ്പം സെക്ഷൻ 62 ആണ്. സെക്കൻഡറി എവിഡൻസ് സെക്ഷൻ 63 ആണ്. പ്രൈമറി സെക്കൻഡറി എവിഡൻസ് എന്തായിരിക്കും? പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോർട്ടിന് നേരിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന എവിഡൻസിനെയാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയാം. ഓക്കെ, സെക്കൻഡറി എവിഡൻസ് എന്തായിരിക്കും? പ്രൈമറി എവിഡൻസ് ഒരു കേസിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രൈമറിക്ക് പകരമായി വെക്കുന്നതാണ് സെക്കൻഡറി എവിഡൻസ്. ഏതായിരിക്കും മോസ്റ്റ് വാലിഡ്? പ്രൈമറി ആയിരിക്കും മോസ്റ്റ് വാലിഡ്. പക്ഷേ പ്രൈമറി ഇല്ലാത്ത കേസുകൾ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡറി എവിഡൻസ് വെക്കും. അപ്പം ഈ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു കേസ് നടക്കുമ്പോൾ, നമ്മളൊരു ക്രൈം നടക്കുമ്പോൾ നമ്മൾ ആ പരിസരത്ത് നമ്മൾ ലോയേഴ്സ് ഉണ്ടാവണമെന്ന് കാണില്ല. പക്ഷേ ഇതിൻ്റെ എൻക്വയറി നടത്തുമ്പോൾ പോലീസാണ് ഇതിൻ്റെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ കുത്താൻ ഉപയോഗിച്ച കത്തി വരെ എവിഡൻസ് ആണ്. അത് ഒരിക്കലും ഒരു ലോയറിന് കിട്ടില്ല. അപ്പം അതായിരിക്കും കിട്ടുക, പോലീസിൻ്റെ കയ്യിലായിരിക്കും ആ കത്തി കിട്ടുന്നത്. അപ്പം it is not that the lawyer plays an important role in proving a crime. It is each and every person who is involved in the administrative segment who helps in proving a crime. Okay, so primary evidence and secondary evidence കഴിഞ്ഞു. Now we have circumstantial evidence. Circumstantial evidence എന്താണെന്ന് വെച്ചാൽ, സർക്കംസ്റ്റാൻസ് വെച്ചിട്ട് നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുന്നതിനാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾ കത്തി വാങ്ങുന്നത് ഞാൻ കാണുകയാണ്, ആൻഡ് കുറച്ച് സമയം കഴിയുമ്പം ഇതേ ആൾ വേറൊരു റോഡിലൂടെ പോകുന്നത് വേറെ കുറച്ച് ആൾക്കാർ കണ്ടു. എന്നിട്ട് പിന്നീട് നമ്മൾ അറിയുകയാണ് ഇയാൾ ഒരാളെ കുത്തിക്കൊന്നു. അപ്പം നമുക്കത് ഈ ക്രൈം നടന്ന സാഹചര്യമായിട്ട് വളരെ ബന്ധമുള്ള സർക്കംസ്റ്റാൻസ് ആണ് ഇത് രണ്ടും. കത്തി വാങ്ങുന്നു, പിന്നെ ആ റോഡിലൂടെ പോകുന്നു, ആ റോഡിൽ വെച്ച് ഒരാളെ കുത്തിക്കൊല്ലുന്നു. അപ്പം ഈ സർക്കംസ്റ്റാൻസ് വെച്ച് നമുക്ക് ഈ ക്രൈമിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന എവിഡൻസിനാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഹിയർസേ എവിഡൻസ്. ഹിയർസേ എവിഡൻസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹിയർസേ? ഹിയർസേ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടറിഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കേട്ടറിയാണ് വേറെ ഒരാൾ ഇങ്ങനെ വേറൊരാൾ ഫുഡിൽ വിഷം കലർത്തി, ഇത് വേറെ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിത് വേറെ ആരോടും പറയില്ല. പക്ഷെ എനിക്ക് എൻ്റെ കോൺഷ്യസ് മൈൻഡിന് തോന്നുകയാണ് ഇത് ചെയ്തത് ശരിയല്ല, ഞാനിത് കോർട്ടിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം, ഇത് ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ്, എനിക്ക് ഉറപ്പാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഞാൻ കോർട്ടിൻ്റെ മുന്നിൽ എവിഡൻസ് ആക്കി വെക്കുമ്പോൾ ഇത് ഞാൻ കേട്ടറിഞ്ഞതാണ്, പക്ഷെ അതൊരു എവിഡൻസ് ആണ്. അങ്ങനത്തെ എവിഡൻസിനെയാണ് നമ്മൾ ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ, വി ഹാവ് different types of examinations. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. We have ചീഫ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ. അതിനു മുന്നേ ഇപ്പം ഞാൻ ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ക്ലീ എക്സാം ആയിരിക്കും വന്നിട്ടുള്ളത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ എവിഡൻസ് ആക്ട് അനുസരിച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ, എക്സാമിനേഷൻ റെഫേഴ്സ് ടു ആസ്കിങ് എ വിറ്റ്നസ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് റെലവൻറ്റ് ഫാക്ട്സ് ഓഫ് ദ കേസ്. ഒരു കേസിൻ്റെ റെലവൻറ്റ് ഫാക്ട്സിനെ കുറിച്ച് നമ്മൾ വിറ്റ്നസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെയാണ് എക്സാമിനേഷൻ എന്ന് പറയുക. ആൻഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ദ വിറ്റ്നസ് സേസ് ഇൻ ദ കോർട്ട് വിൽ ബി റെക്കോർഡഡ്. വിറ്റ്നസ് പറയുന്ന ഓരോ കാര്യവും റെക്കോർഡ് ചെയ്തിട്ട് അത് കോർട്ട് ക്ലാരിഫൈ ചെയ്യും. അതായത് എവിടെയെങ്കിലും തട്ടിത്തഴിഞ്ഞ് പറഞ്ഞതാണോ, അതോ സാഹചര്യങ്ങളനുസരിച്ച് ഈ പറഞ്ഞത് സത്യമാവാൻ ചാൻസ് ഉണ്ടോ. ക്രൈം വെച്ച് നോക്കുമ്പം അവർക്ക് മനസ്സിലാവും അത് സത്യമായിരിക്കുമോ അല്ലായിരിക്കുമോ. പിന്നെ ചില എവിഡൻസസ് ഭയങ്കര ക്ലിയർ ആൻഡ് സോളിഡ് ആയിരിക്കും, വേറൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ്റെ ആവശ്യം അവിടെ വരില്ല. ഓക്കെ, സോ what is examination? Examination is asking a witness questions. So there are 3 types of examination: chief, cross, re-examination. Chief examination എന്ന് പറയുമ്പം the petitioner counsel who has brought the witness itself questions the witness. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ക്രിമിനൽ കേസിൽ വിറ്റ്നസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ചീഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വിറ്റ്നസ്സിന് ചിലപ്പോൾ മുന്നേ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അറിയുന്ന വിറ്റ്നസ് ആയിരിക്കാം. അതായത് മുന്നേ തന്നെ ഇവർ സംസാരിച്ച് കാണും, മുന്നേ തന്നെ ചിലപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കാണും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ കോർട്ടിൽ ചോദിക്കും, സോ ഇതിനെല്ലാം വളരെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് പറഞ്ഞു കാണും.
ആൻഡ് ഈ ചീഫ് എക്സാമിനേഷനിൽ നിന്ന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് കിട്ടുമല്ലോ. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കോർട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതിനെ ക്രോസ് ചെയ്യും ഡിഫെൻഡൻറ്റ് കൗൺസിൽ. ക്രോസ് എക്സാമിനേഷൻ റെഫേഴ്സ് ടു ദ ക്രോസിംഗ് ഓഫ് ദി ഡിഫെൻഡൻറ്റ് കൗൺസിൽ ഓൺ ദി വിറ്റ്നസ്. അതായത് ആദ്യം പെറ്റിഷണർ കൗൺസിൽ കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് വെച്ച് കാണുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് വിറ്റ്നസ് പറയുന്നത്. ഇതേ കാര്യങ്ങളെ തിരിച്ചു ചോദിക്കും, അതായത് ഇങ്ങനെയാണോ നടന്നത്. അപ്പം ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദ ഡിഫെൻഡൻറ്റ് കൗൺസിൽ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു എ ക്രിമിനൽ കേസ്. കാരണം ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളൊരു ഡിഫെൻസ് ലോയർ ആണെങ്കിൽ പെറ്റിഷണർ കൗൺസിൽ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും തിരിപ്പിക്കാൻ പറ്റുമോ ഡിഫെൻസ് ലോയറിന്. ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഫെൻസ് കൗൺസിൽ ചോദിക്കുക. And then we have re-examination. Re-examination is like the third level, third process. അതായത് it is the last examination where cross examination കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് a set of questions would be asked by the petitioner counsel. അതായത് ഈ ഡിഫെൻസ് കൗൺസിൽ പ്രൂവ് ചെയ്ത് വെച്ചത് എഗെയിൻ തിരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആണ്. പെറ്റിഷണർ കൗൺസിലിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് റീ-എക്സാമിനേഷൻ. ആൻഡ് ഈ ഒരു 3 എക്സാമിനേഷൻസ് ത്രൂ കോർട്ട് ജഡ്ജ് ചെയ്യും, കോർട്ട് ഇവാലുവേറ്റ് ചെയ്യും ഈ വിറ്റ്നസ് പറഞ്ഞത് ശരിയായിരിക്കാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഇല്ല എന്നൊക്കെ. ആൻഡ് എവറി വിറ്റ്നസ് ഇസ് സപ്പോസ് ടു സേ ഓൺലി ദ ട്രൂത്ത്. അതിന് മുന്നേ അവർ ഓത്തൊക്കെ എടുത്തിട്ടാണ് വിറ്റ്നസ് ബോക്സിൽ കയറുന്നത്. സോ ഒരിക്കലും ഒരു വിറ്റ്നസ് കള്ളം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. Okay, now we have a term prima facie, which is a Latin term again. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോ കോളേജിൽ കയറുന്നതിന് മുന്നാണെങ്കിലും എൻട്രൻസ് പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുറേ ലാറ്റിൻ എക്സ്പ്രഷൻസ് പഠിക്കും. ഇത് നിങ്ങൾ പിന്നെയും കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പതിയണം ഓരോ ടേമിൻ്റെ മീനിങ് എന്താണെന്ന്. ഇത് നമുക്കങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇരുന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഓരോരോ ആക്ട് പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലാറ്റിൻ ടേംസ് പഠിക്കും. ആ സമയത്ത് അതുകൊണ്ട് പഠിച്ചു പോവാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വരുന്നുണ്ടല്ലോ, അതെന്താണ്? ഇറ്റ് ഈസ് എവിഡൻസ് എവിഡറ. ആൻഡ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ വേറെ പഠിക്കുന്നത് ഇസ് പ്രൈമ ഫേസി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഫേസ് ഓഫ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്ലാൻസിൽ നമുക്ക് പ്രൈമ ഫേസി തോന്നുന്നത് എന്താണോ അതിനെയാണ്, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഫസ്റ്റ് ഗ്ലാൻസിൽ നമുക്ക് ഒരു സാധനത്തിനെ കുറിച്ചുള്ള ഇംപ്രഷൻ അറ്റ് ദ ഫസ്റ്റ് ഫേസ് നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് പ്രൈമ ഫേസിയ. ചിലപ്പോൾ പ്രൈമ ഫേസി എവിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ ആ എവിഡൻസിനെ എങ്ങനെയാണ് കോർട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഓൾ ഓഫ് യു, നമുക്ക് ഈ ഒരു നേരത്തെ പഠിച്ച ഒരു 3 സ്ലൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് റിഗാർഡിങ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. വലുതായിട്ടൊന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. അതിൽ നോട്ട്സ് ഉണ്ടാക്കുക, എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കേണ്ട. ആകെ 4-5 സെക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ സെക്ഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദെൻ കോർട്ട് പറയുന്നതനുസരിച്ച് ടേക്ക് നത്തിങ് ഓൺ ഇറ്റ്സ് ലുക്സ്, ടേക്ക് എവറിത്തിങ് ഓൺ എവിഡൻസ്. ദർ ഇസ് നോ എവിഡൻസ് ബെറ്റർ റൂൾ. ബിക്കോസ് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർട്ടിനൊരു കാര്യം പ്രൂവ് ചെയ്യാൻ എവിഡൻസ് ഇല്ലാതെ പറ്റില്ല. ഈവൻ നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും എവിഡൻസ് ഇല്ലാതെ നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് നിങ്ങളെല്ലാവരും എൻട്രൻസ് എക്സാമിന് ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്നറിയാം. എല്ലാവരും പഠിച്ച് സ്ട്രെസ്ഡ് ഔട്ടൊക്കെ ആയിരിക്കും. സോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് നോട്ട് എ കേക്ക് വാക്ക്. ഐ വോണ്ട് സേ ഇറ്റ്സ് എ കേക്ക് വാക്ക്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എൻട്രൻസ്. ബട്ട് ദെൻ put all that you have, put all your effort, and I really hope that the universe will align its stars in your favor. See you all in government law colleges. Thank you.